എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഈ പോരാട്ടം? ഈ പോരാട്ടം ഇന്ത്യയുടെ ജനാധിപത്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. 1857 തുടങ്ങി 1947 വരെ നീണ്ടുനിന്ന ഒരു നൂറ്റാണ്ടിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഉൽപ്പന്നമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഇന്ത്യ. ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരു പങ്കും വഹിക്കാത്തവർ നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയെ ഈ വർത്തമാനകാലത്ത് ഭരിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അവർക്ക് വിലയില്ലാത്ത വസ്തുവായി മാറുന്നു. ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ അവർക്ക് ഈ രാജ്യത്ത് വിലയില്ലാത്ത വാക്കുകൾ മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. രാജ്യത്തിൻ്റെ ഭരണഘടന നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് പ്രദാനം ചെയ്യുന്ന അവകാശങ്ങൾ ഈ രാജ്യത്ത് തൃണവൽഗണിക്കപ്പെടേണ്ടതാണെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ, സോവറിനിറ്റിയെ, റിപ്പബ്ലിക് സ്വഭാവത്തെ, ജനാധിപത്യ ബോധത്തെ, സോഷ്യലിസ്റ്റ് ബോധത്തെ അട്ടിമറിക്കാൻ അവർ പരിശ്രമിക്കുകയാണ്. നിങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖമെടുത്ത് വായിച്ചാൽ എന്താണ് ഇന്ത്യ എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ വിശദീകരിക്കുന്നുണ്ട്. സോവറിനിറ്റി, സെക്കുലറിസം, സോഷ്യലിസം, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്കാണ് ഇന്ത്യയുടെ ഭരണഘടന അതിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടുള്ളത്. ജസ്റ്റിസിനെ പറ്റി, ലിബർട്ടിയെ പറ്റി, ഇക്വാളിറ്റിയെ പറ്റി, ഫ്രട്ടേണിറ്റിയെ പറ്റി രാജ്യത്തോട് വിളിച്ചു പറയുന്നതാണ് രാജ്യത്തിൻ്റെ ഭരണഘടന. 2026 നിർഭാഗ്യവശാൽ നമുക്ക് ചോദിക്കേണ്ടി വരികയാണ്, എവിടെയാണ് രാജ്യത്ത് ജസ്റ്റിസ്, നീതി എവിടെയാണ്? എവിടെയാണ് രാജ്യത്ത് ഫ്രട്ടേണിറ്റി, സാഹോദര്യം എവിടെയാണ്? എവിടെയാണ് രാജ്യത്ത് ലിബർട്ടി, സ്വാതന്ത്ര്യം എവിടെയാണ്? എവിടെയാണ് രാജ്യത്ത് ഇക്വാലിറ്റി, നീതിബോധം എവിടെയാണ്? തുല്യത എവിടെയാണ്? നീതിബോധമില്ലാത്ത, ജനാധിപത്യമില്ലാത്ത, തുല്യതയില്ലാത്ത, സാഹോദര്യമില്ലാത്ത, സ്വാതന്ത്ര്യബോധമില്ലാത്ത, മതനിരപേക്ഷ മൂല്യങ്ങളില്ലാത്ത ഒരിന്ത്യയാണ് രാജ്യം ഭരിക്കുന്നവർ വിഭാവനം ചെയ്യുന്നത്. ഇന്ന് നാം ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ, ഇന്ന് നാം ഇതിനെതിരെ പ്രതിഷേധിച്ചില്ലെങ്കിൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള അവസാനത്തെ അവസരം പോലും നമ്മളിൽ നിന്ന് കവർന്നെടുക്കപ്പെടുമെന്നിടത്താണ് ഇന്നത്തെ ജനാധിപത്യ പ്രതിഷേധങ്ങളുടെ പ്രസക്തി എത്രയോ വലുതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത്. 20 ദിവസം ഒരു മനുഷ്യൻ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നിരാഹാരമിരുന്നു. മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ പട്ടിണി കിടന്നുകൂടി നിർമ്മിച്ചെടുത്ത രാജ്യമാണ് ഇന്ത്യ എന്ന് ചരിത്ര പുസ്തകത്തിൽ ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയോളം രാജ്യത്ത് മഹത്വപൂർണമായ ജീവിത സമരങ്ങൾ ഏറ്റെടുത്തവർ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിവിധ സമരരൂപങ്ങൾ സ്വീകരിച്ചപ്പോൾ ജനാധിപത്യ സമര കേന്ദ്രീകരണത്തിലൂടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് എനിക്കും നിങ്ങൾക്കും ആവേശപൂർവ്വം ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അങ്ങനെ ജനാധിപത്യപൂർണമായി ഉള്ളടക്കമുള്ള ഒരു സമരത്തെ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് എങ്ങനെയാണ് നേടുന്നതെന്നത് യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഞെട്ടലോടെ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഒരു ദിവസം ഇന്നലെ രാവിലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കോടതിയുടെ ആ മനുഷ്യനെ പരിശോധിക്കാൻ ഒരു ഉത്തരവ് കിട്ടി എന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവ് ഉയർത്തിപ്പിടിച്ച് ഒരു വെളുത്ത തുണി പോലീസുകാർ കയ്യിൽ കൊണ്ടുവന്ന ആ മനുഷ്യന്റെ ശരീരവും പശ്ചാത്തലവുമെല്ലാം മൂടി ഒരാളെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെ രാജ്യത്തെ പോലീസ് അയാളെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. പിടിച്ചുകൊണ്ടുപോയ ശേഷം അയാളോട് സംസാരിക്കാൻ, ആ മനുഷ്യനോടൊന്ന് എന്താണ് അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസമെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ രാജ്യത്തെ പ്രധാനപ്പെട്ട പാർലമെന്റ് മെമ്പർമാർക്ക് പോലും അവസരം നിഷേധിക്കുന്നത് ഈ രാജ്യത്ത് നാം കാണുകയാണ്. എന്തു മരുന്നാണ് അദ്ദേഹത്തിന് ചെയ്യുന്നതെന്ന് പോലും രാജ്യത്തിന് മുന്നിൽ ഒരു വ്യക്തതയില്ലാതെ ഞാനും നിങ്ങളും ഇരുട്ടിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നാം പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നലെ സോനം വാങ്ചുക്കിനെ പൊതിയാൻ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ആ വെള്ളവസ്ത്രം ആർക്കാണ് ഏറ്റവും യോജിക്കുന്നത്? ആർക്കാണ് ഇന്ന് ആ വെള്ളവസ്ത്രത്തിന്റെ മൂടുപടം ആവശ്യമായി വന്നിരിക്കുന്നത്? ഒരു സംശയവുമില്ലാതെ ഇന്ത്യയിൽ നമുക്ക് പറയേണ്ടി വരികയാണ്, സോനം വാങ്ചുക്കിന്റെ ജനാധിപത്യ സമരത്തെ പൊതിയാൻ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വെള്ളവസ്ത്രം ഇന്ന് അദ്ദേഹത്തെക്കാൾ അനുയോജ്യമായി ആവശ്യമായി വന്നിരിക്കുന്നത് അഴിമതിയുടെ, സ്വജനപക്ഷപാതത്തിന്റെ, വർഗീയതയുടെ, ജനാധിപത്യ വിരുദ്ധതയുടെ ചെളിക്കുണ്ടിലെ കണ്ടുപോയിരിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനാണെന്ന് ഇന്ത്യ തിരിച്ചറിയുകയാണ്.
ആ ഇന്ത്യയുടെ പ്രതിഷേധമാണ് ഇന്ന് പാർലമെന്റിലേക്ക് ഞാനും നിങ്ങളും കണ്ടത്. CJP മാത്രമായിരുന്നില്ല കേട്ടോ. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും കഴിഞ്ഞ 2 ദിവസമായി അവിടെ നിരാഹാര സമരത്തിലാണ്. ഐസ പോലെയുള്ള സംഘടനയുടെ ഭാരവാഹികൾ അവിടെ നിരാഹാര സമരത്തിലാണ്. എല്ലാവരും ചേരുന്ന ഒരു സ്വതന്ത്ര സമര പ്ലാറ്റ്ഫോമാണ് രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നാം രൂപീകരിച്ചിരിക്കുന്നത്. 30-ലധികം വരുന്ന SFI പ്രവർത്തകർക്കാണ് ഇന്നത്തെ പ്രതിഷേധത്തിൽ പരിക്കേറ്റത്. ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആ സംഘടിപ്പിക്കപ്പെടുന്ന പ്രതിഷേധത്തെ എങ്ങനെയാണ് ഒരു കേന്ദ്ര ഗവൺമെന്റ് നേരിടേണ്ടത്? ആ കേന്ദ്ര ഗവൺമെന്റ് യുദ്ധസമാനമായ സന്നാഹങ്ങളോടെയാണ് ആ ജനാധിപത്യ പ്രതിഷേധത്തെ നേരിടാൻ ഇന്ന് തീരുമാനിച്ചതും ആ നേരിടുന്ന രീതി ഞാനും നിങ്ങളും കണ്ടതും. പോലീസിനെ വിന്യസിപ്പിച്ചു എന്ന് മാത്രമല്ല, ആയുധധാരികളായ കമാൻഡോസിനെ ഇറക്കി വിദ്യാർത്ഥികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന അതിശക്തമായൊരു പദ്ധതി തയ്യാറാക്കിയാണ് ഈ രാജ്യ തലസ്ഥാനത്തെ സമരത്തെ അവർ നേരിട്ടത്. ജനാധിപത്യപരമായ ശബ്ദങ്ങളെ, സമരങ്ങളെ അടിച്ചമർത്തി നിയന്ത്രിക്കാമെന്നതാണ് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് സ്വപ്നം കാണുന്നത്. ഇന്നും വെട്ടിമാറ്റാത്തൊരു പാഠഭാഗമുണ്ട് നമ്മുടെ NCERT പുസ്തകത്തിലെ 9ാം ക്ലാസ്സിൽ. പല പാഠഭാഗങ്ങളും വെട്ടിമാറ്റി കേട്ടോ. രാജ്യത്തിന്റെ പാഠഭാഗങ്ങളിൽ നിന്ന് ജനാധിപത്യത്തെ പറ്റി, മതനിരപേക്ഷതയെ പറ്റി, സോഷ്യലിസത്തെ പറ്റി നമ്മളെല്ലാവരും പഠിച്ച പ്രസക്തമായ പല പാഠഭാഗങ്ങളും വെട്ടിമാറ്റി. എന്തോ സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയിട്ട് കാണാതെ പോയിട്ടാവാം ആ പാഠഭാഗം ഇതുവരെ വെട്ടിമാറ്റത്. ഒരുപക്ഷെ നാളെ ഇത് വെട്ടിമാറ്റാം. എന്താണ് ജനാധിപത്യ ഗവൺമെന്റ് എന്ന് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന NCERTയുടെ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ബിക്കോസ് ഇറ്റ് എൻഷ്യൂർസ് ട്രാൻസ്പറൻസി എന്നാണ് NCERTയുടെ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകം പറയുന്നത്. എവിടെയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആയി നിൽക്കുന്നത്? എവിടെയാണ് സുതാര്യത? ഇവിടെ സതീശ് ആ വിശദാംശങ്ങളിലേക്ക് പോയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാനേ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 19 ലക്ഷം കുട്ടികൾ എഴുതിയ CBSEയുടെ +2 പരീക്ഷ അട്ടിമറിക്കപ്പെടുമ്പോൾ 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പ്രവേശന പരീക്ഷ അട്ടിമറിക്കപ്പെടുമ്പോൾ 1.5 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നാഷണൽ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള പ്രവേശന പരീക്ഷ അട്ടിമറിക്കപ്പെടുമ്പോൾ CUET പരീക്ഷ ഉൾപ്പെടെ പല കേന്ദ്രങ്ങളിലും റദ്ദാക്കപ്പെടുമ്പോൾ ഏറ്റവും അവസാനം നടന്ന നെറ്റിന്റെ സോഷ്യോളജി പരീക്ഷാ പേപ്പർ ചോർന്നു പോകുമ്പോൾ ആ പരീക്ഷ അപതാളത്തിലാകുമ്പോൾ ലക്ഷോപലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവി മാത്രം ലക്ഷ്യമാക്കി രാജ്യത്തെ വിശ്വസിച്ച് ജനാധിപത്യപരമായി സംഘടിപ്പിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു പരീക്ഷയുടെ ഭാഗമായി കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന് പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളോട് ഗവൺമെന്റും സംവിധാനങ്ങളും പറയുകയാണ്, ഞങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട്, അഴിമതി കൊണ്ട് നിങ്ങളുടെ പരീക്ഷ ഞങ്ങൾ റദ്ദു ചെയ്യുകയാണ് എന്ന്. ആരോടാണ് ഈ വിദ്യാർത്ഥികൾ നീതി ചോദിക്കേണ്ടത്? ആരോടാണ് ഈ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് നേടേണ്ടി വന്ന ഈ കൊടിയ വിവേചനത്തെ പറ്റി സംസാരിക്കേണ്ടത്? അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രം നമ്മുടെ രാജ്യത്തില്ല എന്നതാണ്. ജനാധിപത്യ ഇന്ത്യ അപകടത്തിലാണ് എന്ന് ജീവിതം കൊണ്ട് നമുക്ക് അനുഭവിച്ചറിയേണ്ടി വരുന്നത്. ഈ 22 ലക്ഷം വിദ്യാർത്ഥികൾ നിരാശ്രയരായി രാജ്യത്തിന്റെ തെരുവോരത്ത് നിൽക്കേണ്ടി വരുമ്പോൾ അവരെ ഒന്ന് അഭിമുഖീകരിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഉണ്ടായിരുന്നില്ല എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് RSS എന്നാണ് RSS വിശദീകരിക്കാറുള്ളത്. സനാതന ധർമ്മമാണ് RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് അവർ പ്രസംഗിക്കുന്നതും നാം കേട്ടിട്ടുണ്ട്. 22 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്ത ഈ വർത്തമാനകാല ഇന്ത്യയിലെ സനാതന ധർമ്മത്തിന്റെ ആഖ്യാനം എന്താണെന്ന് RSS നടത്തേണ്ടതല്ലേ? നാം അവരോട് ചോദിക്കേണ്ടതില്ലേ? 22 കുഞ്ഞുങ്ങളുടെ ജീവൻ ഈ രാജ്യത്ത് നഷ്ടപ്പെടുമ്പോഴും സനാതന ധർമ്മത്തെ ഉയർത്തിപ്പിടിച്ച് വർഗീയത പ്രചരിപ്പിക്കാൻ RSSന് താല്പര്യമുണ്ടാകുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ പറ്റി സംസാരിക്കാൻ, പ്രയാസത്തെ പറ്റി മിണ്ടാൻ അവർക്ക് സമയമുണ്ടാവുന്നില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രതിഷേധത്തിന്റെ, നമ്മുടെ പ്രതികരണങ്ങളുടെ തോത് വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രസക്തി ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്. ഈ സമരം ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഞാൻ ആവർത്തിച്ച്
നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതുവരെ ഈ ജനാധിപത്യ സമരത്തിന്റെ ഭാഗമാവാതെ മാറി നിന്ന് നോക്കിക്കാണുന്നവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം, നിശബ്ദതയാണ് ലോകത്തെ എല്ലാ ഫാസിസ്റ്റുകളെയും വളർത്തിയിട്ടുള്ളതെന്ന് ചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ കഴിയാത്തവർ മടയന്മാരാണ്. ലോകത്ത് ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാത്ത ഒരു ജനസമൂഹത്തിനും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കാറൽ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം എഴുതി വെക്കുന്നത്, ഇന്നോളമുള്ള മനുഷ്യന്റെ ചരിത്രം വർഗ സമരങ്ങളുടെ ചരിത്രമാണ് എന്ന്. നാം മനസ്സിലാക്കേണ്ടത്, ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ജർമ്മനിയിൽ ഹിറ്റ്ലറെ വളർത്തിയത് ജർമ്മനിയിലെ ഭൂരിഭാഗം വരുന്ന പുരോഗമനവാദികളെന്ന് നാം വിശ്വസിച്ചിരുന്ന അവിടുത്തെ സാഹിത്യ നിരൂപകന്മാരും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നിശബ്ദതയായിരുന്നുവെന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറ്റി നിർത്തിയാൽ പ്രധാനപ്പെട്ട സാമൂഹ്യ നിരീക്ഷകന്മാർ എല്ലാവരും നിശബ്ദമായി ആ ഹിറ്റ്ലറിന്റെ വളർച്ചയെ നോക്കിക്കണ്ടു. ഇറ്റലിയിൽ മുസോളിനിയെ വളർത്തിയത് ഇതേ നിശബ്ദതയാണ്. 975 ഇന്ദിരാഗാന്ധിയെ സ്വേച്ഛാധിപതിയായി പരിവർത്തനപ്പെടുത്തിയത് അവരുടെ പാർട്ടിക്കകത്തുൾപ്പെടെ രൂപപ്പെട്ട നിശബ്ദതയാണ്. അതേ നിശബ്ദത നരേന്ദ്രമോദിക്ക് വളമായി കൂടാ എന്നത് നാം ഓർത്തെടുക്കേണ്ടതാണ്. നിങ്ങൾ ജർമ്മനിയുടെ ചരിത്രം പഠിച്ചാൽ പലരും ഹിറ്റ്ലർക്കെതിരെ പ്രതികരിക്കാൻ മടിച്ചു നിന്നൊരു കാലത്താണ് ജർമ്മനിയിലെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലകളിൽ 3 വിദ്യാർത്ഥികൾ സംഘടിച്ച്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൈറ്റ് റോസ് എന്നാണ് അന്ന് അവർ ആ സംഘടനയ്ക്ക് നേതൃത്വത്തിന് പേര് കൊടുത്തത്. വൈറ്റ് റോസ് എന്ന് പേരിട്ട് ഒരു വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ച് ലഘുലേഖകൾ അച്ചടിച്ച് ആ സർവകലാശാലയിൽ ക്ലാസ്സിന് വന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആ ലഘുലേഖ വിതരണം ചെയ്ത് ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പ്രതികരിച്ചതിന്റെ ചരിത്രം ഈ ലോകത്തെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രമാണ്. ആ പ്രതികരിച്ചതിന്റെ പേരിൽ ആ 3 വിദ്യാർത്ഥികളെയും പിൽക്കാലത്ത് ഹിറ്റ്ലർ തൂക്കിലേറ്റുകയാണ്. ലോകത്തെല്ലായിടത്തും ഫാസിസ്റ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചാൽ ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും ഉൾപ്പെടെയുള്ളവർ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ, അതിന്റെ പന്താവിലേക്ക് നടന്നു കയറുമ്പോൾ വിദ്യാർത്ഥികളുടെ ജീവിത കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നുപോയതെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. നിങ്ങൾ ഈ സമീപകാല ഇന്ത്യ എടുത്താൽ ആവേശപൂർവമായ കർഷക സമരത്തെ ഉൾപ്പെടെ നാം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ സമീപകാല വർത്തമാനത്തിലെ ഏറ്റവും വലിയ സമരങ്ങളായി കാണുമ്പോൾ CAA-ക്കെതിരെ NRC-ക്കെതിരെ അതിശക്തമായ സമരത്തിന് സംഘടിച്ചെത്തിയ JNU-ലെ, ജാമിയ മില്ലയിലെ, അലിഗഡിലെ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ, അംബേദ്കർ സർവകലാശാലയിലെ, സമീപ പ്രദേശങ്ങളിലെ ഹിമാചൽ പ്രദേശിലെ, ഹരിയാനയിലെ, പഞ്ചാബിലെ, ഉത്തർപ്രദേശിലെ എല്ലാം വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തി സമരമായി മാറുന്ന കാഴ്ച നാം കണ്ടിരുന്നു. അവിടെയെല്ലാം SFI ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഇന്ന് അതേ ജനാധിപത്യ ഇന്ത്യയിലാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്കെതിരെ വിദ്യാർത്ഥികൾ സംഘടിച്ച് സമരമാവുന്നത്. ഒരു കോമൺ സമര പ്ലാറ്റ്ഫോമാണ്. ഈ സമരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിർഭാഗ്യവശാൽ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. ഇവിടെ സൂചിപ്പിച്ച് ഞാൻ കടക്കുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങളും വ്യത്യസ്തരാണെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയേക്കരുത്. ഇന്ന് ഈ വാർത്താ പകലിലും കേരളത്തിലെ പല മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിന് കേരളത്തിലെ മുഖ്യമന്ത്രി മുഖം കൊടുക്കുമോ ഇല്ലയോ എന്നതാണ്. ചക്കളത്തി പോരാട്ടം ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്കും നല്ല പൈങ്കിളി കഥയായി അവതരിപ്പിക്കാൻ ഇന്നത്തെ ഈ വാർത്താ പകലിലും സമയമുണ്ടാവുന്നത് എന്താണ് ഇന്ത്യ നേരിടുന്ന അപകടമെന്ന് ലവലേശം തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധിയില്ലാത്തവരാണ് കേരളത്തിലെയും മാധ്യമങ്ങളെന്ന് തെളിയിക്കുന്നതാണെന്ന് നിർഭാഗ്യവശാൽ നമുക്ക് പറയേണ്ടി വരികയാണ്. പിന്നെയും ചില മാധ്യമങ്ങൾ കേരളത്തിൽ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ഗോഡി മീഡിയ എന്ന് നരേന്ദ്രമോദിയുടെ മടിത്തടത്തിൽ ഇന്നും ആശ്രയം പ്രാപിച്ചിരിക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും ഈ സമരത്തെ റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഈ സമരം രാജ്യദ്രോഹികളുടെ സമരമാണെന്ന് പ്രഖ്യാപിക്കാൻ, ചിത്രീകരിക്കാൻ നരേന്ദ്രമോദിയും BJPയും തയ്യാറാക്കി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ന്യൂസ് റിപ്പോർട്ടർമാർ, ആങ്കർമാർ വാർത്താ ചാനലുകളിലെ ലൈവ് സ്ക്രീനിലിരുന്ന് കൊട്ടിഘോഷിക്കുന്ന, വിളമ്പുന്ന ദയനീയമായ കാഴ്ച നമ്മുടെ രാജ്യത്ത് നാം കാണുകയാണ്. യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് മാധ്യമ സ്ഥാപനങ്ങളുടെ മുന്നിലെ മീഡിയ എന്ന ബോർഡ് മാറ്റി നരേന്ദ്രമോദിയുടെ
PR ഏജൻസി എന്ന ബോർഡ് സ്ഥാപിക്കുക എന്നതാണ് ഈ മാധ്യമങ്ങൾ എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടെങ്കിൽ രാജ്യത്തോട് ചെയ്യേണ്ടത്. ഈ എറണാകുളത്താണ് നീറ്റിനെതിരായി അതിശക്തമായൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം SFI ഏറ്റെടുത്തത്. കേരളത്തിലെ മാധ്യമങ്ങളുടെ എന്താണ് അവരുടെ രാഷ്ട്രീയ താല്പര്യമെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അതിശക്തമായൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുൻ മന്ത്രി സഖാവ് P രാജീവ് ഉൾപ്പെടെ വിപുലമായൊരു ജനസമൂഹത്തെ അണിനിരത്തി SFI ഒരു സമരം ഈ എറണാകുളം സംഘടിപ്പിച്ചു. വിവിധ മേഖലയിൽ KJ ജേക്കബ് എന്ന മാധ്യമ പ്രവർത്തകൻ, നമ്മുടെ മുൻ VC സംസ്കൃത സർവകലാശാല VC ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രദാനം ചെയ്യുന്ന മനുഷ്യർ, CJPയുടെ ഉൾപ്പെടെ പ്രതിനിധികൾ ആ സമരത്തിലേക്ക് വന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഘടിച്ചെത്തി. നാം സംഘടിപ്പിച്ച് കൊണ്ടുവന്നവരും സ്വയം സംഘടിച്ചെത്തിയവരും ആ സമരത്തിന്റെ ഭാഗമായി എന്നതാണ് ഞങ്ങളുടെ ആ സമരത്തിന്റെ ഒരു അനുഭവം എന്ന് നിങ്ങളോട് ഞാൻ വിശദീകരിക്കുകയാണ്. ആ സമരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മലയാള മനോരമ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനമാണ്. അവരുടെ പ്രധാനപ്പെട്ട ചാനലാണ് മനോരമ ചാനൽ. മനോരമ ചാനലിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുകയാണ്. നിങ്ങൾ ആലോചിക്കണം, 20 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അതിദാരുണമായൊരു വിദ്യാഭ്യാസ ദുരന്തത്തിനെതിരെ രാജ്യത്തെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടന സംസ്ഥാന കേന്ദ്രീകൃതമായി ഒരു സമരം ഈ എറണാകുളം പട്ടണത്തിൽ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും വേണ്ടി സംഘടിപ്പിച്ച് ആ സമരം അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ സംസാരിച്ചവരുടെ പ്രസംഗങ്ങൾ മനോരമയ്ക്ക് വാർത്തയല്ല. അവിടെ പങ്കെടുത്ത ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ മനോരമയ്ക്ക് വാർത്തയല്ല. അവിടെ വിദ്യാർത്ഥികൾ വിളിച്ച മുദ്രാവാക്യം ഉയർത്തിയ പ്ലക്കാർഡുകൾ ഉയർത്തിയ രാഷ്ട്രീയം പിടിച്ച ബാനർ പിടിച്ച കൊടി അവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ മനോരമയ്ക്ക് കാര്യമേ അല്ല. മനോരമയുടെ വാർത്ത മഹാരാജാസിലെ യൂണിയൻ റൂമിൽ നിന്ന് ഒരു ബെഞ്ച് SFIക്കാർ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ സമരത്തിന്റെ വീഡിയോ പിടിച്ചു എന്നതാണ്. കൊതുകിന്റെ കൃമികടി എത്രത്തോളം എത്തി നിൽക്കുന്നുവെന്ന് കേരളത്തിലെ മനുഷ്യരും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അനുഭവം നിങ്ങളോട് പറഞ്ഞത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളുണ്ട്. ഞങ്ങളുടെ ബൈറ്റ് എടുക്കാൻ പലപ്പോഴും വരും. ഞാൻ ആ മാധ്യമത്തിന്റെ പേരൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ റിപ്പോർട്ടർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തെ മീഡിയയാണ്. ഒരു മീഡിയ കഴിഞ്ഞ സമരത്തിന്റെ ഭാഗമായി അദാനിക്ക് നികുതി ഭൂമി കടൽ പതിച്ചു കൊടുക്കുന്നതിനും ബെക്കാടിക്ക് നികുതി ഇളവ് കൊടുത്തതിനുമെതിരെ ഫീസ് വർദ്ധിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഫീസ് വർദ്ധിപ്പിച്ച UDF ഗവൺമെന്റിനെതിരെ ഒരു സമരം SFI സംഘടിപ്പിച്ചു. ആ സമരത്തിന്റെ ഒരു ബൈറ്റ് എടുക്കാൻ വന്നപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന്റെ റിപ്പോർട്ടർ എന്നോട് പറഞ്ഞത്, വിഷയം പറയണം, പക്ഷേ അദാനിയെ പറ്റി പറയരുത്, അദാനിയുടെ ചാനലാണത്, അദാനിയെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. ഇതാണ് കേരളത്തിലെയും രാജ്യത്തെയും മാധ്യമങ്ങളുടെ സ്ഥിതി. മാധ്യമങ്ങളോട് നാം അഭ്യർത്ഥിക്കേണ്ടത്, ഈ രാജ്യത്ത് സങ്കീർണമായ രാഷ്ട്രീയ വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ 4ാം തൂണെന്ന നിലയിൽ ഈ വിഷയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അവർ ചെയ്യുന്നില്ല. നമ്മൾ ഓരോരുത്തരും, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും മാധ്യമങ്ങളായി മാറണം. നമ്മൾ ഓരോരുത്തരും പ്രചാരകരായി മാറണം. ഈ രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നാം ഉറക്കെ ഈ മുദ്രാവാക്യത്തെ വിളിച്ചു പറയുക എന്നത് മാത്രമാണ് രാജ്യത്ത് അവശേഷിക്കുന്ന ഏക പോംവഴി എന്ന് നാം പറയേണ്ടതായിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാജ്യമാകെ സംഘടിച്ചൊരു സമരത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ച് ഈ സമരത്തിന്റെ ഏകീകരണത്തെ നശിപ്പിക്കാനേ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഈ സമരത്തോട് ഇനിയും നിശബ്ദതയാണ് പാലിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം അദ്ദേഹത്തെ, ഈ ചരിത്ര മുഹൂർത്തത്തിലെ നിശബ്ദതയെ ലോകമണ്ടത്തരമെന്ന് വിലയിരുത്തുമെന്ന് ബോധവും വിവേകവുമുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ആ പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നാം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയേ ചെയ്യുകയല്ല, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ നിമിഷവും ഞാൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് അഭ്യർത്ഥിക്കുകയാണ്, SFI അഭ്യർത്ഥിക്കുകയാണ്, അദ്ദേഹം നിശബ്ദത അവസാനിപ്പിക്കാൻ തയ്യാറാവണം. കോൺഗ്രസിന് സമരം ചെയ്യാൻ അവരുടേതായ പ്ലാറ്റ്ഫോം ഉണ്ടാവും, അത് അവരുടെ അവകാശമാണ്. SFIയുടെ പ്ലാറ്റ്ഫോമിലാണ് സമരം ചെയ്യുന്നത്, CJPയുടെ പ്ലാറ്റ്ഫോമിലാണ് സമരം ചെയ്യുന്നത്. കോൺഗ്രസിന് NSUI ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, രാജ്യത്തെ വിവിധ പോഷക സംഘടനകളുണ്ട്. കോൺഗ്രസിന് കോൺഗ്രസിൻ്റെതായ സമരം ചെയ്യാൻ എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ സമരം ചെയ്തതിൻ്റെ പേരിൽ
കോൺഗ്രസ് കൂടി ഉയർത്തിപ്പിടിക്കേണ്ട ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഏറ്റെടുത്ത് പ്രതിഷേധിച്ചതിന്റെ പേരിൽ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് നരനായാട്ട് നടത്തി തല്ലിച്ചതയ്ക്കുമ്പോ ഈ അനീതിക്കെതിരെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടാൻ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ നേതാവിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം നിശബ്ദത അവസാനിപ്പിക്കണം. അദ്ദേഹം നിശബ്ദത പാലിച്ചാൽ ചരിത്രപരമായ മണ്ടത്തരം അബദ്ധമാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ ജീവിതത്തിൽ ആ നിശബ്ദത സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹത്തെ കോൺഗ്രസുകാർ ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒരാളിൽ നിന്ന് ആരംഭിച്ച നിരാഹാര സമരം ആയിരങ്ങളിലേക്ക് പടരുകയാണ്. SFI ഉൾപ്പെടെയുള്ള കേരളത്തിലെയും രാജ്യത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തുടർച്ചയായി ഉയർത്തിയ രാഷ്ട്രീയ സമരത്തിന്റെ രൂപങ്ങൾ ആയിരങ്ങളിലേക്ക് പടരുകയാണ്. ആയിരങ്ങളിലേക്ക് പടർന്ന രാഷ്ട്രീയ മുദ്രാവാക്യം പതിനായിരങ്ങളെ കണ്ണു ചേർക്കുന്ന കാഴ്ചയാണ് ഇന്ന് ഡൽഹിയുടെ തലസ്ഥാനത്ത് ഞാനും നിങ്ങളും കണ്ടത്. 1000 പേരാണ് ഇന്നലെ വരെ ആ സമരത്തിനകത്തുണ്ടായിരുന്നതെങ്കിൽ ആ ആയിരങ്ങൾ പതിനായിരങ്ങളെ കണ്ണു ചേർക്കുന്ന ആവേശകരമായ കാഴ്ചയാണ് ഇന്ന് രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കാണുന്നത്. ഈ സമരത്തിന്റെ ഭാവി എന്താകുമെന്നും ഈ സമരങ്ങൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണെന്നും ഈ സമരം നടത്തുന്നവർ ഈ രാജ്യത്തെ രാജ്യദ്രോഹികളാണെന്നും പാകിസ്ഥാൻവാദികളാണെന്നും ചൈനീസ് ചാരന്മാരാണെന്നും ഖാലിസ്ഥാൻ ഭീകരവാദികളാണെന്നും വിലയിരുത്തുന്ന രാജ്യം ഭരിക്കുന്ന BJP-യോട് ഒന്നുമാത്രം നമുക്ക് ഐക്യത്തോടെ പറഞ്ഞു വെക്കാൻ സാധിക്കണം. 1000 പേർ പതിനായിരങ്ങളെ കണ്ണു ചേർക്കുന്നതാണ് ഇന്ന് രാജ്യതലസ്ഥാനത്ത് അവർ നോക്കിക്കണ്ടതെങ്കിൽ ഇന്ന് എത്തിയ പതിനായിരക്കണക്കിന് മനുഷ്യർ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ കണ്ണുചേക്കുന്ന കാഴ്ചയാണ് ഇനി വർത്തമാനകാല ഇന്ത്യയിൽ കാണാൻ പോകുന്നത്. ആ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ കേരളത്തിലെയും ഇന്ത്യയിലെയും കോടിക്കണക്കിന് വരുന്ന ജനാധിപത്യ വിശ്വാസികളെ കണ്ണുചേർത്ത് രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭമായി ഈ പ്രക്ഷോഭത്തെ പരിവർത്തനപ്പെടുത്തുക എന്നതാണ് രാഷ്ട്രീയ ജീവികൾ എന്ന നിലയിൽ, പ്രവർത്തകർ എന്ന നിലയിൽ, സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ, മതനിരപേക്ഷവാദികൾ എന്ന നിലയിൽ, ജനാധിപത്യ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വമെന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കോടികളെ കണ്ണു ചേർക്കാനുള്ള ഈ മഹത്തരമായ ജനാധിപത്യത്തിന് വേണ്ടി, സുതാര്യതയ്ക്ക് വേണ്ടി, രാജ്യത്തെ ലിബർട്ടിക്കും ഇക്വാലിറ്റിക്കും വേണ്ടി നടക്കുന്ന ഈ പോരാട്ടത്തെ ആവേശകരമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ തുടർന്നും ഈ പോരാട്ടത്തിന്, പ്രക്ഷോഭത്തിന് ഉണ്ടാകണമെന്നും നിങ്ങളുടെ പിന്തുണയാണ് മതനിരപേക്ഷവാദികളായ, ജനാധിപത്യവാദികളായ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഉറച്ച മനസ്സുകളായ നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് സമരം ചെയ്യാനുള്ള ആവേശവും ഊർജമെന്നുകൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഹൃദയാഭിവാദനം.